ചേട്ടാ, കഴിഞ്ഞ 8 വർഷമായി കേരളക്കര ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് നടിയെ ആക്രമിച്ച കേസ്. ഈ കേസിൻ്റെ വിചാരണ വേളയിലെല്ലാം തന്നെ പലതരത്തിലുള്ള നാടകീയ സംഭവങ്ങളൊക്കെ നമ്മളും കണ്ടതാണ്. ഡിസംബർ 8, അതായത് നാളെയാണ് ഈ കേസിൻ്റെ വിധി വരാനിരിക്കുന്നത്. മലയാള സിനിമയിലെ ജനപ്രിയ നായകനായ ദിലീപാണ് ഈ കേസിലെ 8ാം പ്രതി. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വിധി എന്താകുമെന്നാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്താണ് ആ കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ? ഇതിപ്പോൾ നാളെ വിധി വരും, ശിക്ഷാവിധി വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയധികം പ്രതികളുണ്ട്. ഇവരൊക്കെ ചെയ്ത കുറ്റം കോടതിക്ക് വായിച്ച് കേൾപ്പിക്കണം. പിന്നെ അതിന്മേലുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് ശിക്ഷാവിധി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വിധി വരാനും സാധ്യതയുണ്ട്. കുറ്റക്കാരാണെന്ന് പറയുകയും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വിധി പറയുന്ന സാഹചര്യവും ഉണ്ടാകും. ചിലപ്പോൾ കുറ്റക്കാരാണ്, ഇത്ര പേർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ കുറ്റം വിശദീകരിച്ചുകൊണ്ട് കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ അന്തിമ വിധി മാറ്റിവെക്കുകയും ചെയ്യും. കോടതിയിൽ നടക്കുന്ന പ്രോസസ്സാണ്. എല്ലാവരും ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം വെച്ചിരിക്കുകയാണ്. വിവിധ ആൾക്കാരുണ്ട്, വിവിധ ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദിലീപ് വിരോധികളുണ്ട്. 2, ദിലീപിൻ്റെ അനുകൂലികളുണ്ട്. പിന്നെ ഈ നിഷ്പക്ഷരായിട്ടുള്ള മനുഷ്യരുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമ്മുടെ നീതി വ്യവസ്ഥ, അതിലെ സത്യം എന്താണ് എന്താണ് എന്നറിയാനുള്ള ഒരു ത്വര, അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. കാരണം ഇത്രയധികം നീണ്ടുപോയ ഒരു ബലാത്സംഗ കേസ് രാജ്യത്ത് അപൂർവം ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല റേപ്പിൽ കൊട്ടേഷൻ കൊടുക്കുന്ന അപൂർവമായിട്ടുള്ള കേസ് കൂടിയാണ്. ഇതിൻ്റെ നൂലാമാലകൾ അങ്ങേയറ്റമായിരുന്നു. ഇതിൻ്റെ വാദവും പ്രതിവാദവും അങ്ങനെയുള്ള പലതവണ ഇത് സുപ്രീം കോടതിയിൽ വരെ ഇരയും പ്രതിയുമൊക്കെ എത്തിയ കേസ് കൂടിയാണ്. അതാണ് ഇതിനെ ഇത്രത്തോളം പ്രശ്നമുണ്ടാക്കിയത്. ഏതാണ്ട് 3 പ്രോസിക്യൂട്ടർമാർ ഈ കേസ് കളഞ്ഞിട്ട് പോയവരാണ്. ജഡ്ജി ഹണി എം റോസുമായിട്ട് കോടതിയിൽ തർക്കങ്ങളുണ്ടായ കേസാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളത്തിലാണ് ഇതിൻ്റെ വിസ്താരം നടക്കുന്നത്. ഏതാണ്ട് 6 വർഷമായിട്ട് ഇതിൻ്റെ വിസ്താരം നടന്ന് വരികയാണ്. അപ്പോൾ 2017 ഫെബ്രുവരി മാസം 17-ാം തീയതി രാത്രി കൊച്ചി നഗരത്തിൽ സംഭവിച്ച ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് ഇവിടെ നമ്മുടെ പടമുകളിലുള്ള ലാൽ മീഡിയ, നടൻ ലാൽ മീഡിയയിൽ നിന്നും ഒരു വാഹനം അത് തൃശ്ശൂരേക്ക് പോവുകയും അവിടെ നിന്നും ഈ നടിയെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് കഥ ആരംഭിക്കുന്നത്. പക്ഷേ കുറ്റപത്രത്തിൽ അത് അങ്ങനെയല്ല പറയുന്നത്. 2013 മുതൽ ഇതിൻ്റെ ഗൂഢാലോചന ആരംഭിച്ചിരുന്നു. അത് ആരംഭിക്കുന്നത് മഴവിൽ അഴകിൽ അമ്മ എന്ന് പറയുന്ന ഒരു താരനിശ സംഘടിപ്പിക്കാൻ വേണ്ടി അവരുടെ താരസംഘടന തീരുമാനിക്കുകയും അതിൻ്റെ പ്രാക്ടീസ് നടന്നത് മുതൽ, ആ കാലഘട്ടം മുതൽ 2013 മുതൽ ഇതിൻ്റെ ഗൂഢാലോചന നടക്കുകയാണെന്നാണ് പറയുന്നത്. മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനിയും കൊട്ടേഷൻ കൊടുത്ത ദിലീപും തമ്മിലാണ് ഈ ഗൂഢാലോചന 2013 ആരംഭിക്കുന്നതെന്നും കുറ്റപത്രം പറയുന്നുണ്ട്. വിരോധം തൻ്റെ ഭാര്യയെ, തൻ്റെ ബന്ധം അറിയിച്ചു കൊടുത്തു. ഭാര്യയായിട്ടുള്ള സ്ത്രീയെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഇര ബന്ധം അറിയിച്ചു കൊടുത്തു എന്നുള്ള പ്രതിയുടെ വിരോധം അത് 2013 ആരംഭിച്ചു. 1.5 കോടി ഇത് ചെയ്തതിന് പിടിക്കപ്പെട്ടാൽ 3 കോടി. പിടിക്കപ്പെട്ടാൽ ഗൂഢാലോചന നടത്തിയ ഈ പറയുന്ന 8ാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദിലീപിനെ പറഞ്ഞു കൊടുക്കാൻ ഈ പറയുന്ന 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പാടില്ല. ഇതിനാണ് എക്സ്ട്രാ 1.5 കോടി എന്നാണ് കുറ്റപത്രം പറയുന്നത്. അങ്ങനെ ഈ കേസ് 2013 നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറയുന്ന ലാൽ മീഡിയ അല്ല, തൃശ്ശൂർ നടിയുടെ വീട്ടിൽ എത്തി നിൽക്കുന്നു. അവിടെ നിന്ന് ഈ നടിയെ എടുക്കുന്ന മാർട്ടിൻ ആൻ്റണി എന്ന് പറയുന്ന ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെയുള്ള ഒരാൾ, അത് ലാൽ മീഡിയയിൽ നിന്ന് പറഞ്ഞു വിട്ട വണ്ടിയാണ്. ഈ നടിയുമായി വരികവേ ഈ കറുകുറ്റി മുതൽ അങ്കമാലിക്കിപ്പുറം കറുകുറ്റി മുതൽ ഒരു ട്രാവലർ ഇവരെ ഫോളോ ചെയ്യുന്നു. അത് അത്താണിയിൽ വെച്ച് ഈ വണ്ടിയിൽ ഇടിക്കുന്നു. മാർട്ടിനും അവരുമായിട്ട് തർക്കത്തിലായ ശേഷം പിന്നീട് മാർട്ടിനെ മാറ്റുകയും ഇവർ ഈ വാഹനം എടുക്കുകയുമൊക്കെയാണ്. അത് പലതവണ ഇവർ മാറി വാഹനം എടുക്കുന്നുണ്ട്. ഇതിൽ 6 പേര് ഡയറക്റ്റായിട്ട് ഇവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അതിൽ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ഈ ആക്ഷനിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ മാർട്ടിൻ ഉപദ്രവിച്ചതായിട്ട് നടി പറയുന്നില്ല. മാർട്ടിനായിരുന്നു ഡ്രൈവർ. പക്ഷേ മാർട്ടിനാണ് ഇതിനെല്ലാം പ്ലാൻ ചെയ്ത് കൊടുത്തത് എന്ന് നടി വ്യക്തമായി പറയുന്നുണ്ട്.
കാരണം അവിടുന്ന് വണ്ടിയെടുത്തത് മുതൽ മാർട്ടിൻ ഈ പറയുന്ന പൾസർ സുനിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിവ് നടിയുടെ മൊഴി പ്രകാരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് കയറിയ ഓരോരുത്തവർ ഈ തമ്മനമണി, അതായത് മണികണ്ഠൻ, ബി മണികണ്ഠനാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച ആൾ. പിന്നെ വി പി വിജീഷ് ആദ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ആൾ. പിന്നെ വടിവാൾ സലീം, പ്രദീപ്, ചാർലി എന്ന് പറയുന്നത് ഇവർ ഒളിവിൽ കഴിഞ്ഞപ്പോൾ ഇവരെ പ്രതികളെ സഹായിച്ച ആളാണ് ചാർലി തോമസ് എന്നാണ് അവൻ്റെ മൊത്തം പേര്. പിന്നെ ഉള്ളത് 8ാം പ്രതി ദിലീപ് ഗൂഢാലോചനയ്ക്ക് കൊട്ടേഷനായി ഗൂഢാലോചന നടത്തിയ ആൾ. പിന്നെ മേസ്ത്രി സല്ലെന്ന് പറയുന്നത് നാദൃശ്യയും അതുപോലെ തന്നെ ഈ ദിലീപിൻ്റെ സഹോദരനായിട്ടുള്ള അപ്പുവിനെയുമൊക്കെ പ്രതികൾക്ക് ഫോൺ വിളിക്കാൻ അവസരം കൊടുത്ത മേസ്ത്രി സല്ല് ജയിലിൽ വെച്ച്. പിന്നെ ശരത്ത്, അത് ദിലീപിൻ്റെ സുഹൃത്ത്, അത് 10ാം പ്രതി, അത് പിന്നീടുണ്ടായ കുറ്റപത്രത്തിലുള്ള ആളാണ്. അതായത് പിന്നീടൊരു ഗൂഢാലോചന നടന്നല്ലോ എന്ന് കേസ് പറയുന്നുണ്ടല്ലോ. ദിലീപ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നൊരു കേസുണ്ടല്ലോ, അതിൽ ഉൾപ്പെട്ട ആളാണ് ഈ ശരത്ത്. അങ്ങനെ ഇത്രയും പേരും ഉൾപ്പെട്ട ഒരു കേസാണ്. ഇതിൽ ഈ പറയുന്ന 6 പേര് ഡയറക്റ്റായിട്ട് പങ്കെടുത്ത സുനിൽ, മാർട്ടിൻ, മണികണ്ഠൻ, വി പി വിജീഷ്, സലീം, പ്രദീപ്, 6 പേരുടെ കുറ്റം തെളിയിക്കാൻ എളുപ്പമാണ്, കോടതിയിൽ തെളിയിക്കാൻ. ഞാനിപ്പോൾ അതിൻ്റെ നാൾ വഴികൾ പൂർണ്ണമായും പറയാത്തത് പല മീഡിയാസ് ഇത് പറഞ്ഞ് പോയതുകൊണ്ടാണ്. അത് ഡയറക്റ്റ് ആക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും. അതിൽ തെളിയിക്കാൻ പറ്റുമെന്ന് പറയാൻ അതിൽ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. അതിൽ വിറ്റ്നസ് ഉണ്ട്, ഐ വിറ്റ്നസ്, ദൃക്സാക്ഷിയുണ്ട്. നടി തന്നെ പറയുന്നുണ്ട്, ഈ പൾസർ സുനി താൻ സുനിയാണ് എന്ന് തന്നോട് പരിചയപ്പെടുത്തി, മാർട്ടിനാണെന്ന് തന്നോട് പരിചയപ്പെടുത്തി. ബാക്കിയുള്ള 4 പേരെ തനിക്ക് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഇത് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തിയ ഒരു കേസാണ്. ഇത്രയും പേരെ ഇര തിരിച്ചറിഞ്ഞ കേസ്. സ്വാഭാവികമായിട്ടും ഐ വിറ്റ്നസ് ഉള്ളതുകൊണ്ട് ഈ 6 പേരും യാതൊരു സംശയം വേണ്ട ശിക്ഷിക്കപ്പെടും. അതിൻ്റെ ശിക്ഷ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കടുത്ത ശിക്ഷയാവും. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജ്യത്ത് തന്നെ അപൂർവമായിട്ടുള്ള സംഭവിച്ച ഒരു കേസാണ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ. അത് ഇതുവരെ നിയമവ്യവസ്ഥയിൽ ഇതുവരെ അധികം കേൾക്കാത്ത ചില കേസാണ്. അങ്ങനെയുള്ള കേസായതുകൊണ്ട് ചിലപ്പോൾ കടുത്ത ശിക്ഷ, അങ്ങേയറ്റത്തെ ശിക്ഷ വരെ പോകാൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. പിന്നീടുള്ളവരാണ് ഈ പറയുന്ന ദിലീപ് അടക്കമുള്ള ബാക്കിയുള്ള സംഘം. 7ാം പ്രതി എന്ന് പറയുന്നത് ഈ ചാർലി ഒളിവിൽ പോകാൻ പ്രതികളെ സഹായിച്ചു. അതിൽ പ്രതികളുടെ മൊഴി അനിവാര്യമാണ്. ചാർലി തോമസിനെതിരെ പ്രതികളുടെ മൊഴി വേണം. അല്ലെങ്കിൽ ചാർലി ഇവരെ ഒളിവിൽ താമസിപ്പിച്ചു എന്ന് പറയുന്നതിന് ഡിജിറ്റൽ എവിഡൻസോ അല്ലെങ്കിൽ ആ താമസിപ്പിച്ച സ്ഥലമോ കണ്ടെത്തി അവിടെ നിന്നുള്ള എവിഡൻസ് തെളിവുണ്ടായിരിക്കണം. ഇത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഇവരെ കൊണ്ട്, പ്രോസിക്യൂഷനെ കൊണ്ട് സാധിക്കണം. പിന്നെയുള്ളത് ദിലീപ് 1.5 കോടി എന്ന് പറഞ്ഞ് 3 കോടി വരെ എത്തിയ കേസ്. ശരിക്കും പറഞ്ഞാൽ ദിലീപാണ് ഈ കേസിൽ മണ്ടത്തരം കാണിച്ച ആദ്യത്തെ ആൾ. ഈ ദിലീപ് അന്നത്തെ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയ്ക്ക് അന്നൊരു പരാതി കൊണ്ടുപോയി കൊടുത്തു. ആ പരാതി ഇങ്ങനെയായിരുന്നു: വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ തന്നെ ഒരു കത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ 1.5 കോടി തന്നെ ഈ കേസിൽ പെടുത്താതിരിക്കണമെങ്കിൽ 1.5 കോടി തനിക്ക് താൻ കൈമാറണം. ഇതാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെനിക്ക് ഭയമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ദിലീപ് അന്ന് പരാതി DGPക്ക് കൈമാറിയത്. ലോക്നാഥ് ബെഹ്റയ്ക്കാണ് കൈമാറിയത്. അദ്ദേഹം അന്നത്തെ ADGP ആയിട്ട് ലോ ആൻഡ് ഓർഡർ ADGPക്ക് ഈ കത്ത് കൈമാറിയിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചൊരു കാര്യം, അടിസ്ഥാനപരമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് എത്രയും വേഗം കണ്ടെത്തണം. കാരണം ജയിലിൽ നിന്നൊരു കത്ത് വരുന്നു, ജയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഇത് ആരെഴുതി, എങ്ങനെയുള്ള മുഴുവൻ കാര്യവും കണ്ടെത്തണം. ലോ ആൻഡ് ഓർഡർ ADGPയുടെ നിർദ്ദേശപ്രകാരം ജയിൽ വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലെ കൈപ്പട സുനിലിൻ്റേതാണ്, NS സുനിൽ എന്ന പൾസർ സുനിലിൻ്റേതാണെന്ന് കണ്ടെത്തിയത്. ഇതാണ് ദിലീപിന് വന്ന ആദ്യത്തെ കുരുക്ക്. അതുവരെ ദിലീപ് പിടിക്കപ്പെട്ടിട്ടില്ല. ദിലീപ് പിടിക്കപ്പെടുന്നതെന്ന് പറയുന്നത് ജൂലൈ മാസം 10-ാം തീയതിയാണ്. പൾസർ സുനി അറസ്റ്റിലാവുന്നത് ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. ആദ്യം പിടിക്കപ്പെടുന്നത് മാർട്ടിൻ പിടിക്കപ്പെടുന്നത് ഫെബ്രുവരി മാസം 17-ാം തീയതി തന്നെ മാർട്ടിൻ പിടിക്കപ്പെട്ടു. കാര്യം ഈ പറയുന്ന നടിയെ ലാലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ, അതായത് ലാലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയ സമയത്ത് അവിടേക്കെത്തിയ PT തോമസ്, അന്തരിച്ച MLA ആയിട്ടുള്ള PT തോമസ്
അവിടേക്ക് വരികയും ഇതറിഞ്ഞ് വരികയും ഈ മാർട്ടിനെ പോകാൻ സമ്മതിച്ചതുമില്ല. മാർട്ടിൻ്റെ ഫോണൊക്കെ അവർ പിടിച്ചു മേടിച്ചു. മാർട്ടിൻ്റെ ഫോൺ പിടിച്ചു മേടിച്ചു. അതുകൊണ്ട് ആദ്യം പിടിക്കപ്പെട്ട മാർട്ടിനാണ്. പിന്നീട് ഫെബ്രുവരി 23 ഈ പറയുന്ന പൾസർ സുനി, ഇവരും VP വിജീഷും രണ്ടുപേരും വന്ന് കോടതിയിൽ ഹാജരാകുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലായി ഓരോരുത്തരായി ഈ കേസിൽ പിടിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ തന്നിലേക്ക് കേസ് എത്താതിരിക്കെ ഒരു കത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ദിലീപിലേക്ക് ചോദ്യം വന്നു. അതുപോലെ തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് ദർബാർ ഹാളിലുണ്ടായ ആ താരസംഘടനയുടെ പരിപാടി. ഈ നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ മഞ്ജു വാര്യർ, ദിലീപിൻ്റെ മുൻ ഭാര്യ, പറഞ്ഞ ഇതിലെ ഗൂഢാലോചന, കൊട്ടേഷൻ എന്നിവ അന്വേഷിക്കണമെന്നുള്ള ചോദ്യം, അതും ഗുരുതരമായിട്ട് കാര്യങ്ങളെ എത്തിക്കാൻ സാഹചര്യം ഒരുക്കി. അതിനുശേഷം ദിലീപ് അറസ്റ്റിലാവുന്നു. ഓരോ ഘട്ടങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുന്നു. ദിലീപ് അറസ്റ്റിലാവുന്നു. ഫിയോക്കെ, അതുപോലെ തന്നെ താരസംഘടനയായിട്ടുള്ള അമ്മ, ഇതിൽ നിന്നൊക്കെ ദിലീപിനെ പുറത്താക്കുന്നു. അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമായിരുന്നു. അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, രമ്യ നമ്പീശൻ, ഇത്രയും പേര് മമ്മൂട്ടിയുടെ വീട്ടിൽ ഒരു യോഗം ചേർന്ന ശേഷമാണ് ഈ തീരുമാനം അവിടെ എടുത്തത്, ദിലീപിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ദിലീപ് പിടിക്കപ്പെട്ട് അകത്തായതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതുപോലെ ദിലീപിൻ്റെ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കണം. ഗൂഢാലോചന തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ച് പറ്റില്ല. അന്ന് ആ സമയത്ത് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമാ ലൊക്കേഷനിൽ പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം മാത്രം പോരാ തെളിവായിട്ട്. പിന്നെ ഈ കേസിലെ ഈ മദർ ഡിവൈസ് എന്ന് പറയുന്നൊരു കാര്യം വളരെ പ്രധാനമാണ്. അതായത് നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു. ഇപ്പം ഞാൻ ഒരാളെ വിളിക്കുകയോ അല്ലെങ്കിൽ അയാൾ എന്നെ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം പ്ലാൻ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ മദർ ഡിവൈസ് വളരെ പ്രധാനമാണ്. അതായത് ഞാൻ ഈ ഫോൺ വെച്ചാണ് ചെയ്തെങ്കിൽ ഈ ഫോൺ തന്നെ തെളിവിൻ്റെ ഏറ്റവും പ്രധാനം ഈ ഫോണാണ്. ഈ ഫോൺ അത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതെടുത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനപ്പുറം ഇതിലെ പല ഡിവൈസുകളും കിട്ടിയിട്ടില്ല. ലാപ്ടോപ്പ്, ഫോണുകൾ, പിന്നെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്, ഇതെല്ലാം ഡിജിറ്റൽ എവിഡൻസിനെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഡിജിറ്റൽ എവിഡൻസിനെ വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാധ്യത മാത്രമാണ്. ഇത് കേട്ടിട്ട് അയ്യോ നാളെ ദിലീപ് ശിക്ഷിച്ചിട്ട് നീയല്ലടാ പറഞ്ഞത് ദിലീപിനെ വെറുതെ വിടുമെന്ന്, ദിലീപ് അനുകൂലി നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് പുറകെ വന്നാൽ അതിനൊന്നും ഉത്തരവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമുക്കറിയാവുന്ന വിവരങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ കേസിൻ്റെ നടപടി മൊത്തത്തിൽ ഏതാണ്ട് 80% അടച്ചിട്ട മുറിയിലാണ് നടത്തിയത്. ഒരു തവണ ഞാൻ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരെ അടക്കം കോടതിയിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കോടതി എന്തെങ്കിലും വാക്കാൽ പരാമർശിച്ചതിനെ എടുത്ത് വാർത്തയാക്കുന്നു, അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കേണ്ട, ഇറങ്ങാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കേസിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് നേരത്തെ തന്നെ ദിലീപ് കോടതിയിൽ പോയിട്ട് ഉത്തരവ് മേടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലതും നമുക്ക് ഈ കേസിൽ പറയാൻ സാധിക്കില്ല. അറിയാമെങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അഭിഭാഷകനെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും വിളിച്ച് പറയാൻ പറ്റില്ല. കോടതിയുടെ നടപടിക്ക് എതിരാണ് നമ്മൾ അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ. ഏതായാലും ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ 6 പേര് ശിക്ഷിക്കപ്പെടും. 6 പേര് ശിക്ഷിക്കപ്പെടാൻ പൂർണ്ണമായും സാധ്യതയാണുള്ളത്. ഏതാണ്ട് 90% കൂടുതലും ഈ 6 പേരും ശിക്ഷിക്കപ്പെടും. ദിലീപിൻ്റെ സാധ്യത, ദിലീപ് മുതൽ ഇങ്ങോട്ടുള്ളവർ, അവരാണ് ഇതിലുള്ള ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 3 വർഷം വരെ ശിക്ഷ കിട്ടിയാൽ ഇറങ്ങാം. കോടതിയിൽ നിന്നും ഇറങ്ങാൻ സാധിക്കും, ജാമ്യം വെച്ച് ഇറങ്ങാൻ സാധിക്കും, അപ്പീലിന് പോകാൻ സാധിക്കും. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നടക്കില്ല. ദിലീപ് എന്ന് പറയുന്ന നടന് ജയിലിൽ പോകേണ്ടി വരും. ഇപ്പോൾ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ 2017 ഫെബ്രുവരി 17 മുമ്പും 2017 ഫെബ്രുവരി 17 ശേഷം ഒന്ന് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. കാര്യം അതുവരെ ഭരിച്ചിരുന്ന ദിലീപ് എന്ന നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, അങ്ങനെ തിയേറ്റർ ഉടമ, ഇങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള, സിനിമയുടെ എൻ്റയർ ഏരിയയിലും കൈവച്ചിട്ടുള്ള ഒരാളുടെ പതനം ഫെബ്രുവരി 17 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിലൊരു പക്ഷേ നാളെ വിധി വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, വിധി വരുമെന്നും പറയാൻ പറ്റില്ല. ചിലപ്പം കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തി അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ സാധ്യത.
എന്തായാലും അതിനൊരു ഉത്തരം ആവും. ഒരുപക്ഷെ അന്നു മുതൽ തുടങ്ങിയതാണ് ദിലീപിൻ്റെ ഈ പറയുന്ന വീഴ്ച, പതനം. ആ പതനം ചിലപ്പോൾ നാളത്തെ ഒരു കാര്യത്തോടു കൂടി പിന്നെയും അത് അങ്ങനെ തന്നെ പോകും. അല്ലെങ്കിൽ വെറുതെ പിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ധാരാളം അവസരമുണ്ട്. കാരണം അദ്ദേഹം അകത്ത് കിടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രം രാമലീല വിജയം കണ്ട സിനിമയാണ്. രാമലീല എന്ന് പറയുന്ന ചിത്രം ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ റിലീസിന് തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധ ചടങ്ങ് നടക്കുന്നത്. അന്ന് അദ്ദേഹം പുറത്തിറങ്ങുകയും ആ ചടങ്ങിനൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സൈബർ ഇടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ചർച്ചയാണ് രാമലീലയെ പരാജയപ്പെടുത്തണം. ഒരു കാരണവശാലും രാമലീല വിജയിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ആ ചിത്രത്തിൻ്റെ പേരിനെ മാറ്റിയിട്ട് രാമ എന്ന് പറയുന്ന മാറ്റിയിട്ട് മറ്റൊരു വാക്ക് ചേർത്തിരുന്നു. കുട്ടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആ രീതിയിലൊക്കെ വളരെ വലുതായി ആക്രമിക്കപ്പെട്ട ഒരു ചിത്രമാണത്. പക്ഷേ അത് ഏതാണ്ട് നല്ല രീതിയിൽ കളക്ഷൻ നേടുകയും തിയേറ്ററുകളിൽ ഒട്ടനവധി ദിവസം ഓടുകയും ചെയ്തു. അതുകൊണ്ട് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കും. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ 3 വർഷം ശിക്ഷ ആണെങ്കിൽ പോലും പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷേ മലയാളിയുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന് കയറി വരാൻ എളുപ്പമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരിൽ ഏതാണ്ട് 80% സ്ത്രീകളും കുട്ടികളുമായിരുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന സിനിമകളായിരുന്നു ദിലീപ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാൾ ഇങ്ങനെയൊരു നിഴലിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, എന്താ പറയുക, ഇങ്ങനെയൊരു ഇമേജ് പെട്ടുപോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്നവരാണിവർ. ഇപ്പോൾ കേരളത്തിൽ ഇത്തരം നടന്മാർക്കോ നടിമാർക്കോ ഒന്നും കേരളത്തിൽ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് സമാധാനമായിട്ട്? നമുക്കൊക്കെ വേണമെങ്കിൽ പോയിട്ടാൽ ലുലു മാളിലൊക്കെ പോയി നിൽക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവർക്കൊക്കെ പോയി നിൽക്കാൻ പോലും പറ്റില്ല. കാര്യം ജനം കൂടും. അവർക്ക് ജനങ്ങൾക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സെൽഫിയെങ്കിലും എടുക്കാൻ വരാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല. അത്തരത്തിൽ ഇമേജ് ഉള്ളവർ തകരുമ്പോൾ, വലിയ ഉയർച്ച കൂടുമ്പോൾ പതനം, വീഴ്ച, അതിൻ്റെ ശക്തി, ആഘാതം വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പറയുന്ന കാര്യം, പല മീഡിയസും ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കും ഇതൊന്നും പറയാൻ പറ്റില്ല. കോടതി നടപടിയെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഏത് കേസും ആയിക്കോട്ടെ, കോടതിയിലെ ഈ പറയുന്ന നമ്മൾ എന്നെ അനുകൂലമായി കോടതി അങ്ങനെ ചോദിച്ചല്ലോ, ഇന്നലെ തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കോടതി പരാമർശം നടത്തിയപ്പോൾ ആ പരാമർശം നടന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കോടതി പല പരാമർശങ്ങളും നടത്തും. പക്ഷേ വിധി വരുമ്പോൾ ചിലപ്പോൾ പൂർണ്ണമായും എതിരായിരിക്കും. ഈ പരാമർശം കേൾക്കുന്ന സാധാരണക്കാർ വിചാരിക്കും അപ്പോൾ ശരി, എല്ലാം ശരിയായി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കോടതിയുടെ നടപടികളെ നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. ഏതായാലും മലയാളികളെ പോലല്ല, എല്ലാവരെയും പോലെ നമ്മളും നോക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. ശരി.